ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട്, അതായത് ഒരു വ്ളോഗ് അപ്ലോഡ് ആക്കിയിട്ട് ഏകദേശം ഒരു 5-6 മാസത്തിൽ കൂടുതലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതല്ലാണ് കേട്ടോ. അപ്പം പുതിയ വർഷത്തിൽ ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് കരുതുന്നു. വീഡിയോ അപ്ലോഡ് ആക്കാനതിൻ്റെ മെയിൻ കാരണം മടിയാനാണ് കേട്ടോ. തിരക്കുണ്ട്, അതിനേക്കാൾ കൂടുതൽ മടിയുമുണ്ട്. അപ്പം നമുക്ക് പതുക്കെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. കമൻസൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം, ചാനൽ വന്നിട്ട് വീഡിയോ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ കണ്ടു. ഭയങ്കര സന്തോഷം. അപ്പം നമുക്ക് രാവിലെ പള്ളിയിലോട്ട് പോവാം. ഇന്ന് പള്ളിയിൽ സൺഡേ സ്കൂളിൻ്റെ പ്രവേശനോത്സവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആയി കേട്ടോ നമ്മളിവിടെ വന്നപ്പോഴത്തേന്. നമ്മൾ നേരെ പോയിട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ചീനി വേവിക്കാമെന്ന് കരുതി ചീനി പിഴുകാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ലാസ്റ്റ് വീഡിയോയിലും ഇതുപോലെ ചേട്ടൻ്റെ വീട്ടിലെ ചീനി പിഴുകാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സീനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? വീട്ടിൽ നിന്ന് കൊണ്ടുവന്നയാ. സത്യമായിട്ടാണ്. അല്ല, അതിന്റെ ആ വെട്ട് കണ്ടോ? വെട്ടിയിട്ടേക്കുന്നേ വലിയതായോണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേ മുറിച്ച് വെച്ചതാ. മുറിച്ച് നട്ടാ കിളിക്കോ? ആ തേങ്ങയൊന്നും അല്ല, അഴുക്കായി. നമുക്കെടുക്കാം, അവർക്കുള്ളത് അവർക്കെടുക്കുക. വീഡിയോ എടുത്തോ? സത്യമായിട്ടും അത് ഇടുന്ന ഞാൻ കണ്ട് അതിനകത്ത് കിട്ടി കാണത്തില്ല. ഈ കമ്പിങ്ങനെ നീളത്തിൽ കിടക്കുന്നുണ്ടോ? ഞാനത് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. വിട് കുന്തലി എടുത്തുണ്ടോ? എടി ആ കൂടെ കൊണ്ടാണ്. കുന്തലി ഇല്ലേ? കുന്തലി ഇനിയും വീഴാൻ വയ്യ. അപ്പോൾ ചിരിച്ചു കഴിഞ്ഞെങ്കിലും അത്യാവശ്യം നല്ലൊരു വീഴ്ച കേട്ടോ വീണത്. അപ്പോൾ ക്യാമറ ഓൺ ആണെന്നും വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ക്യാമറ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകുന്നത് ഞാൻ പോലും കരുതിയില്ല. എൻ്റെ തലയിലെങ്ങും വെട്ടും. എനിക്ക് വയ്യ. അപ്പൊ തമാശയായിട്ട് എടുത്തില്ല, നല്ലൊരു വീഴൊക്കെ വീണ. കണ്ണടിക്കല്ലേ കണ്ടോ? ഞാൻ ചാമ്പലൊക്കെ ഇട്ട്, ചാമ്പലെല്ലാം തെളിഞ്ഞു വരുന്നു. പിടിച്ചിട്ട് അനങ്ങുന്നില്ലല്ലോ ദൈവമേ. എങ്കിൽ പിന്നെ നല്ലോണം കിളയ്ക്കാമോ? ഒരു ചേനയും കൂടെ ഉണ്ട്, അതുകൂടി നീ കാച്ചു തരുമോ? നിങ്ങളുടെ മമ്മിയോട് മറിഞ്ഞു വീണടാ. ഭയങ്കര ഇട്ടായിരുന്നു. അപ്പാപ്പനെ മറിച്ചിട്ടാ ഇവരെൻ്റെ അടുത്ത് അങ്ങനെ പിടിക്കാൻ പറഞ്ഞ ഞാനൊരു പിടിയും പിടിച്ച് തെങ്ങിന്റെ കുഴി പോയി. എന്നിട്ട് അവരൊന്ന് ചിരിക്കില്ല. അല്ല, വെള്ളം എടുത്തോണ്ട് നേരെ താഴോട്ടാ പോയി കേട്ടോ. പിന്നെ എല്ലാത്തിന്റെ മേലോട്ടാണ് പോന്നെ. അപ്പൊ പുഴുതിങ്ങ് വരും. ഞങ്ങൾ അങ്ങനെ ഒഴിക്കേ ഞാനോട് പിടിക്കട്ടെ. ഇനിയല്ല, ഇനി നനഞ്ഞില്ലല്ലോ. വേണ്ടേ? അവൻ പിടിച്ച പിള്ളേടി ഇന്നേക്കാണെങ്കിൽ ഒരു ചീനി പുഴുകാൻ അറിയത്തില്ല, കഷ്ടം. വയസ്സ് 48 48
കൃഷിയാണെന്നറിയാമോ? ബാബുവിന്റെയും കൂടെ കിട്ടി ഞങ്ങൾ കൃഷി ചെയ്തു. ബാമ്പു ബാബുവിന്റെ ബാബുവോ? അതാരാ ബാബു? ഇല്ല യു മീൻ ഇത് ഓ സ്ഥലം. ഞങ്ങൾ കൃഷി ചെയ്ത് യൂട്യൂബിലൊക്കെ ഇതെല്ലാം ചേട്ടത്തി നട്ടേ? അതിനൊക്കെ ശക്തി വേണം. ഞാൻ പൊട്ടി അവിടെ ഇച്ചിരി മേലിലൂടെ വരാനുണ്ട്. ഇപ്പൊ അടുത്ത വീഴ്ച വീണേനെ. ഒന്നല്ല രണ്ടൂന്നെണ്ണം വെള്ളം ഒഴിച്ചാൽ അതിനെ കഷ്ണത്തിനകത്ത് കഷ്ണത്തിലോ രണ്ടൂന്നെണ്ണമൊന്നുമല്ല ഇങ്ങോട്ടുള്ള ഓർമ്മ പോയി. വേണ്ട വേണ്ട. ഏയ് ഇതല്ല വേറെ ഉണ്ട്. ആ എടുത്ത് മാറ്റാം. ഇതെടുക്കാം. ഇത് ക്ഷീണിച്ചു വെച്ച ഈ അച്ചാച്ചി ഇത് എന്തൊക്കെയാ കാണിക്കുന്നേ? ഇതെന്തിനാ വെള്ളമൊക്കെ? നീ വെള്ളം ഒഴിക്കണ്ട. അച്ഛ എന്ത് ഉദ്ദേശിക്കുന്നേ? ആ കഷണം ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചീനി വീഴുന്ന കാണുന്നേ. 80 അടി മറ്റേ താഴെ വയലിലൊക്കെ അവര് വന്നിട്ട് എന്ത് പെട്ടെന്നാ പിഴുതോണ്ട് പോകുന്നത്. ഇത് ഒരു ചീനി പിഴുകാൻ മണിക്കൂർ ഒന്നായി. പ്രാക്ടീസ് ഒന്നും അല്ല. അത് നല്ല നല്ല പദമുള്ള മണ്ണ. ഇതുപോലെ അതുമല്ല അത് അടച്ചോടെ ഫ്രണ്ടൊക്കെ ആരെങ്കിലും ആ ഉണ്ട് ഉണ്ട് അകത്തോട്ടുണ്ട്. നല്ലോണം വെട്ടുമുണ്ട്. അങ്ങോട്ടും ഉണ്ടല്ല. അവിടെ ഇങ്ങോട്ടില്ല, അങ്ങോട്ടുണ്ട്. അവിടുത്തെ മുഴുകായിരുന്നില്ല. ഇനി എങ്ങനെ അതെവിടെ അതെങ്ങനെ അച്ഛ അവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം. മാറ്റി വെച്ചു. ആ ആ കൊള്ളാലോ. അത് നട്ടയാ അതോ കിളിച്ചു വന്നേന്നോ? അത് ഞാൻ അങ്കമാടിന്ന് കൊണ്ടുവന്നു. മുളക് ഉടയ്ക്കാൻ ഇത് വേണോ? വാഴ അടുത്ത കർഷകശ്രീക്കുള്ള പരീക്ഷണത്തിലാണ് ചേട്ടത്തി. ഇങ്ങോട്ടല്ലായിരുന്നു. കണ്ടോ, ഒരു ചീനിയുടെ മൂട് മാന്തി മാന്തി അടുത്ത ചീനിയുടെ കിഴങ്ങോട്. അതുകൊണ്ടേ ആ അത് വലിയൊരു കിഴങ്ങാണല്ലോ. എനിക്ക് മാറ്. അത് ഇതിന്റെ ആയിരിക്കും. അത് ഇതിന്റെ അത് നോക്ക്, ആട്ടി നോക്ക്. ഓ എൻ്റെ ഉടുപ്പ് പോലും മാറിയില്ല. ഇവരെല്ലാം ഉടുപ്പ് മാറിയിട്ട് ആ ഇത് ഇതിൻ്റെയാ. കൊണ്ടാരി പിടി. നീ എൻ്റെ കൈക്കൊന്ന് പിടിക്കും. നിധി എടുക്കും. കടുക് താഴെ വീഴരുതെന്ന് പറയുമല്ലോ. അങ്ങനെ കടുക് പന്നലായതൊരു ചട്ടിയിലോട്ട് കളഞ്ഞ് അങ്ങനെ കടുക് ചെടിയാട്ടോ ആ കിളിച്ച് വന്നത്. എല്ലാം ഇവിടെ തന്നെ കൃഷിയുണ്ട്. ചെറുപയർ അതെവിടെ നിൽക്കുന്ന കാണി. ആ ചെറുപയർ അച്ഛാ ഇതൊന്ന് പൊട്ടിച്ചേ. ജോഹു ഇതൊന്ന് പൊട്ടിക്കടാ. ചേട്ടത്തി പിന്നെ സുമ്മാവാ. അല്ല ഇത് മൊത്തം ആ ഇനി ഉഴുന്ന ചെടി കാണിക്ക്. ഉഴുന്നൊക്കെ പാവണം ഇനി. ജോലിക്ക് പോയാലോ വെട്ടാൻ പഠിച്ചില്ലെന്ന് വേണ്ട. കൂലി കൊടുക്കാനുള്ള പൈസ കിട്ടുന്നില്ല. ഇതിപ്പോ എങ്ങനെ എടുക്കുന്നേ? അയ്യോ കണ്ടുപോയി.
സത്യം പറഞ്ഞാൽ നമ്മൾ കളിയാക്കിയെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ചീനി പിഴുകാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തു അതൊന്ന് പിഴുതെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഒരു പീസ് പോലും കിട്ടിയിട്ടില്ല. എല്ലാത്തിൻ്റെ ഇച്ചിരിയൊക്കെ മണ്ണിലായിരുന്നു. പിന്നെ വലിയ പീസൊക്കെ ഉണ്ടായിരുന്നത് മാന്തി എടുത്തു. പിന്നെ ചെറുതൊന്നും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല. നല്ല കട്ടി തറയായിരുന്നു കേട്ടോ, ഉണക്കായതുകൊണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കൃഷിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമുളക്, ചേന, വാഴ, ചീനി, വെണ്ടയ്ക്കായ, വഴുതനങ്ങായ, വെള്ളരി, പുതിന, പിന്നെ ലേറ്റസ്റ്റായിട്ട് കടുക് വരെ ഉണ്ട് കേട്ടോ. ചേട്ടത്തിക്ക് ഇങ്ങനെ വീട്ടിൽ ഓരോ സാധനങ്ങളൊക്കെ നടാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചാൽ മാത്രം പോരാ, വെള്ളം ഒഴിക്കാനും വളവിടാനും അതിൻ്റെ പുറകെ നടക്കാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളും കൂടെ ഇൻപുട്ട് ഇട്ട് കൊടുത്താലേ നമുക്കതിന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പം എനിക്കും ഭയങ്കര ആഗ്രഹം കേട്ടോ കൃഷിയൊക്കെ ചെയ്യണം എന്ന്. പക്ഷേ മെയിൻ കാര്യം മടിയാണ്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നട്ടാലും അങ്ങോട്ട് കിളിക്കത്തില്ല. അതിന് നമ്മളതിനെ കറക്റ്റായിട്ട് നോക്കാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. നേരത്തെ ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ ചീരയും വെണ്ടയ്ക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിൽ നിന്നൊന്നും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചീനിയൊക്കെ പറിച്ച് നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ്. തൂമ്പ വരുന്നോ? വൈകിട്ട് വരാന്ന്. വൈകിട്ട് വരാമെന്ന് വാ. നേരത്തെ ഈ ഒരു ഭാഗത്ത് എല്ലാം കൃഷിയായിരുന്നു കേട്ടോ. വെണ്ടയ്ക്കായും പയറും പടവലങ്ങായും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ ഒരു മൂട് പയറും വഴുതനങ്ങയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പോവും. കുറച്ച് നാൾ മാത്രമേ ഇതൊക്കെ ആയുസുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. പിള്ളേരെയും കൂടെ കൊണ്ടുപോയി കേട്ടോ. അവൻ ചേട്ടത്തിയോട് അപ്പം വിളിച്ചിട്ട് ചേട്ടത്തി വന്നില്ല, ജോലിയുണ്ട്, പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. അപ്പം അവിടെ ആ പഴുത്ത് നിന്ന് മുളവെല്ലാം കൂടെ പറിച്ച് അച്ഛൻ ഈ കിണറിൻ്റെ മണ്ടേ കൊണ്ടുവച്ച് അത് ചുമ്മാതെ പോകത്തല്ലേ ഉള്ളൂ, വറ്റൽ മുളകാക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേന് ഒരാൾ ഭയങ്കര കരച്ചിലാട്ടോ, സിയോന്. അപ്പം പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് കൊച്ചിനെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ വീട്ടിൽ ഇന്ന് പുട്ടായിരുന്നു. പുട്ട് ഈ പിള്ളേരാരും കഴിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഏത്തക്ക ഇങ്ങനെ നെയ്ക്കകത്തോട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അവർക്ക് 3 പേരുടെ വാരി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ പപ്പയുടെ ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ പുറത്താണ്. അപ്പം അവർ വന്നപ്പോഴത്തേന് അവർ വീട്ടിലോട്ട് വന്ന് അങ്ങനെ അവരോട് കുറേ നേരമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ പോയി. ഇന്ന് നമുക്ക് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മമ്മി അവിടെ ബീഫും കപ്പയൊക്കെ വേവിക്കുന്നുണ്ട്. ഞാൻ പിന്നെ മോരൊക്കെ കാച്ചി തോരനൊക്കെ വെച്ചേട്ടോ. എന്നിട്ട് ഉച്ചയായപ്പോഴത്തേന് പോയി ചേട്ടത്തെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നു. പിള്ളേരൊക്കെ ഇവിടെ ആയിരുന്നു. ഇന്നത്തെ ദിവസം സമയം എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് കേട്ടോ സമയം പോയത്. പള്ളിയിൽ പോയിട്ട് അത്യാവശ്യം ലേറ്റായി. സത്യം പറഞ്ഞാൽ കുക്കിങ്ങൊക്കെ തുടങ്ങാൻ തന്നെ 12:30 കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് 4 മണിയൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിച്ചപ്പം. അങ്ങനെ എല്ലാവരോടും ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. ചോറും മോരും ചീനിയും ബീഫും തോരനും പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വീടൊക്കെ തൂത്തിട്ട് കേട്ടോ. തൂത്ത് വാരുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴുകി കൊണ്ടുവന്ന് വിരിച്ചു. എൻ്റെ തുണി കഴുകലെല്ലാം ഇപ്പോൾ സൺഡേ ആട്ടോ. സമയമില്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും ഞായറാഴ്ച അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സമയമുണ്ട്. കാരണം അത്രയും തുണിയാണ് ഞായറാഴ്ച ആകുമ്പോഴത്തേന് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുണിയൊക്കെ കഴുകി. പക്ഷേ ഇന്ന് എനിക്ക് അത്യാവശ്യം കുറച്ച് തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തുണി കഴുകിക്കഴിഞ്ഞാൽ അന്ന് തന്നെ മടക്കി വെക്കണമല്ലോ. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതിനൊന്നും വലിയ മൂഡ് കാണത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ കൂടുതലായിട്ടും തുണി കഴുകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ കഴുകിയിടും. പിന്നെ വന്നിട്ട് ഞാൻ മടക്കി വെക്കാറാണ് പതിവ്. ഇത് കണ്ടോ, ആൻറ്റിയുടെയൊക്കെ വീട്ടിലുണ്ടായ തണ്ണിമത്തനാണ് കേട്ടോ. ആദ്യമായിട്ടുണ്ടായതാണ്. അങ്ങനെ ആൻറ്റി അത് 6 പീസാക്കിയിട്ട് അതിലൊരു പീസ് കൊണ്ട് വന്നതാട്ടോ നമുക്ക്. ഈ ഒരു തണ്ണിമത്തൻ ഞാൻ പിന്നെ കുഞ്ഞു പീസായിട്ട് എല്ലാവർക്കും കൊടുത്തു. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മധുരമുള്ള തണ്ണിമത്തൻ ഇതായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഒരിടം വരെ പോയി കേട്ടോ. പുനലൂർ വരെ പോയി. നമ്മുടെ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ പോയതാണ്. പക്ഷേ നമ്മളവിടെ പോയപ്പോൾ നമ്മൾ സർപ്രൈസായി പോയത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പള്ളിയിൽ പോയതാട്ടോ. പിന്നെ പോസ്റ്റായിട്ടിരുന്ന് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു. അപ്പം ഇന്നത്തെ ഒരു സൺഡേ എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല. കാരണം
അത്രയും പെട്ടെന്നാട്ടോ സമയം പോയത്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴും രാത്രി 11 മണിയൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കുറച്ച് ഭയങ്കര കാര്യമൊന്നുമില്ല, അന്നത്തെ ദിവസത്തെ കുറച്ച് ബൈറ്റുകളാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.